ഹലോ, വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു ഇഫ്താർ സ്നാക്ക് റെസിപ്പി തന്നെയാണ്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രെഡ് പോളയുടെ റെസിപ്പിയാണ്. ബ്രെഡ് ബീഫ് പോളയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ബീഫ് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ഈ ഒരു സെയിം മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഞാനിവിടെ 4 ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാനിവിടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ടേസ്റ്റ് ആവും ആഡ് ചെയ്ത് കൊടുത്താൽ. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് പിച്ചെടുത്തിട്ടുള്ള ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുക. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 6 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ഇനി ഒന്ന് പതിപ്പിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് മുതൽ ഒരു 1/2 കപ്പ് വരെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എഗ് മിക്സ്ചർ കുറച്ചും കൂടെ അധികം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഏതിലാണോ ബ്രെഡ് പോള സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു പാൻ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇപ്പം നമ്മൾ സ്റ്റൗവ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ്ചറിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അടിഭാഗം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു മുട്ടയുടെ മിക്സ്ചർ സെറ്റായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ബ്രെഡ് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ്ചറിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗം സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ബ്രെഡ് വെച്ചിട്ട്. മാത്രമല്ല നമ്മളിതിൻ്റെ സൈഡ്സിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി വെച്ച് കൊടുക്കുക, സൈഡ്സിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. സെൻറ്ററിൽ മാത്രം വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, സൈഡ്സിലൊന്നും അധികം ആക്കി കൊടുക്കണ്ട. ഇനി നമുക്ക് വീണ്ടും ബ്രെഡിൻ്റെ ലെയർ തന്നെ വെച്ച് കൊടുക്കുക, നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയർ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ബ്രെഡ് പോളയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം കഴിക്കാൻ തന്നെ ഉണ്ടാവും, അത്യാവശ്യം ആൾക്കാർക്ക് കഴിക്കാനുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ മാത്രം ചെയ്തും എടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ വീണ്ടും മസാല വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ ലെയർ ബ്രെഡ് കൂടെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബാക്കിയുള്ള മുട്ടയുടെ മിക്സ്ഡ് സൈഡ്സിലൂടെ ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. സൈഡ്സിലൂടെ വേണം ആദ്യം ഒന്ന് ഫില്ലാക്കാനായിട്ട്, എന്നിട്ട് സെൻറ്ററിലൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ വീണ്ടും ഒരു മുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് സെൻറ്ററിലാക്കി കൊടുക്കുന്നത്. കാരണം ഞാനിവിടെ പാൽ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ പാൽ കൂടെ ഒഴിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടയുടെ മിക്സ്ചർ ഇതിന് കറക്റ്റ് ആവും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു തട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 20 to 25 മിനിറ്റ്സ് നന്നായിട്ട് തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 25 മിനിറ്റ്സ് ആയപ്പോഴേക്കും കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിന്. എന്നിട്ട് ഞാനിതൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്. ഒരു 5 മിനിറ്റ് ഒന്ന് എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു പുറം ഭാഗം ഒന്ന് കളർ മാറി കിട്ടുന്ന വരെ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് പോള അവിടെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാനായിട്ട്. മാത്രമല്ല നമ്മൾ ലെയേഴ്സാക്കി ചെയ്തൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഇഫ്താറിൻ്റെ ടൈമിൽ. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പീസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.